ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകൾ. അന്ധകാരവും പ്രലോഭനങ്ങളും. എൻ്റെ മനസ്സ് പ്രത്യേകമായ വിധത്തിൽ പ്രകാശമറ്റതായി. ഒരു സത്യവും എനിക്ക് വ്യക്തമല്ലായിരുന്നു. ദൈവത്തെപ്പറ്റി ആളുകൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പാറ പോലെ കഠിനമായി അനുഭവപ്പെട്ടു. അവിടത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും അത് എന്നിൽ ഉളവാക്കിയില്ല. അവിടത്തോട് അടുക്കാൻ ബലം പിടിച്ച് പരിശ്രമിച്ചു. എന്നാൽ ഞാൻ വളരെ വലിയ പീഡ അനുഭവിച്ചു. കർത്താവിനെ പ്രകോപിപ്പിച്ച് കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നതായി എനിക്ക് തോന്നി. പണ്ട് ധ്യാനിച്ചിരുന്നതുപോലെ ധ്യാനിക്കാൻ എനിക്ക് ഒട്ടും തന്നെ സാധിച്ചിരുന്നില്ല. ഒരു വലിയ ശൂന്യത എൻ്റെ ആത്മാവിൽ അനുഭവപ്പെട്ടു. ഒന്നുകൊണ്ടും ആ ശൂന്യത നികത്താൻ എനിക്ക് സാധിച്ചില്ല. ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ദാഹവും അഭിവാഞ്ഛയും എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഞാൻ തീർത്തും ബലഹീനയാണെന്ന് മനസ്സിലാക്കി. സാവധാനം വരി വരിയായി വായിച്ച് ധ്യാനിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ അതും പരാജയപ്പെട്ടു. ഞാൻ വായിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ദുരിതങ്ങളുടെ ഗർത്തം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു. ഏതെങ്കിലും ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ ചാപ്പലിൽ കയറുമ്പോഴെല്ലാം എനിക്ക് കൂടുതൽ പീഡകളും പ്രലോഭനങ്ങളും അനുഭവപ്പെട്ടിരുന്നു. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ദിവ്യബലിയുടെ സമയം മുഴുവൻ എൻ്റെ അധരങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവദൂഷണപരമായ ചിന്തകളാൽ ഞാൻ വിഷമിച്ചു. വിശുദ്ധ കുദാശകളോട് എനിക്ക് വെറുപ്പായി. ഒരു വിധത്തിലും അതിൽ നിന്ന് എനിക്ക് ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്ന് ഞാൻ കരുതി. ഞാൻ അവ സ്വീകരിച്ചിരുന്നത് എൻ്റെ കുമ്പസാരക്കാരനോടുള്ള അനുസരണം മൂലം മാത്രമായിരുന്നു. ഈ കണ്ണടച്ചുള്ള അനുസരണം മാത്രമായിരുന്നു ഞാൻ സ്വീകരിക്കേണ്ട മാർഗം, എൻ്റെ രക്ഷയുടെ അവസാന ആശ്രയം. ഇതെല്ലാം ദൈവം അയക്കുന്ന പരീക്ഷണങ്ങളാണെന്നും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ അതൃപ്തിപ്പെടുത്തുകയില്ല, മറിച്ച് ഏറ്റവും തൃപ്തിപ്പെടുത്തുകയാണെന്നും ആ വൈദികൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ വളരെയധികം സ്നേഹിക്കുന്നതിൻ്റെയും അവിടത്തേക്ക് നിന്നിൽ നല്ല വിശ്വാസമുള്ളതിൻ്റെയും അടയാളമാണിത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ അവിടുന്ന് നിനക്ക് അയക്കുന്നത്. എന്നാൽ ഈ വാക്കുകൾക്കൊന്നും എന്നെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചുള്ളതായി എനിക്ക് തോന്നിയില്ല. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ വളരെയധികം വിഷമിക്കുമ്പോൾ, ഞാൻ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ പെട്ടെന്ന് ഈ പീഡകൾ എന്നെ വിട്ടുപോകുകയും കുമ്പസാരക്കൂട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ വീണ്ടും അവ കൂടുതൽ ഭീകരതയോടെ എന്നെ ഗ്രസിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചു. ആ സമയത്ത്
ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ മുഖം നിലം ചേർത്ത് ഇപ്രകാരം ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു: അങ്ങ് എന്നെ കൊന്നാലും ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ഈ വ്യതയാൽ മരിച്ചു പോകുമെന്ന് ഞാൻ കരുതി. ദൈവം എന്നെ കൈവിട്ടു എന്ന ചിന്തയാണ് എന്നെ ഏറ്റവും അധികം പീഡിപ്പിച്ചിരുന്നത്. മറ്റു പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്തിന് പുണ്യപ്രാപ്തിക്കായി പരിശ്രമിക്കണം, നന്മ പ്രവർത്തികൾ ചെയ്യണം? എന്തിന് പരിത്യാഗം ചെയ്ത് സ്വയം നശിക്കണം? വ്രതങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ഗുണം? പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് ഫലം? ബലിയായതുകൊണ്ടും സ്വയം എളിമപ്പെടുത്തുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? എന്തിന് എല്ലാ സമയത്തും എന്നെ തന്നെ ബലിയാക്കണം? ദൈവം എന്നെ കൈവിട്ടിരിക്കുന്നതിനാൽ എന്ത് പ്രയോജനം? എന്തിന് ഈ പരിശ്രമങ്ങളെല്ലാം? എൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ദൈവം മാത്രം അറിഞ്ഞിരുന്നു. ഒരിക്കൽ ഇപ്രകാരമുള്ള ഭയാനകമായ പീഡകളാൽ ഞെരുങ്ങിയപ്പോൾ ചാപ്പലിൽ പോയി ഞാൻ ഹൃദയമുരുകി പ്രാർത്ഥിച്ചു: ഓ ഈശോയെ, അങ്ങേക്കിഷ്ടമുള്ളത് എന്നോട് ചെയ്തു കൊള്ളുക. എല്ലാറ്റിനും ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ തിരുമനസ് എന്നിൽ നിറവേറട്ടെ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയെ ഞാൻ പുകഴ്ത്തും. ഈ സമർപ്പണം മൂലം ഭയങ്കരമായ പീഡകൾ എന്നെ വിട്ടുപോയി. പെട്ടെന്ന് ഞാൻ ഈശോയെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു: ഞാൻ എപ്പോഴും നിന്റെ ഹൃദയത്തിലുണ്ട്. അഗ്രാഹ്യമായ ഒരു ആനന്ദം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ദൈവസ്നേഹത്തിൻ്റെ ആധിക്യത്താൽ എൻ്റെ ഹൃദയം ജ്വലിച്ചു. നമ്മുടെ ശക്തിക്ക് അതീതമായി ദൈവം ഒരിക്കലും നമ്മെ പരീക്ഷിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഓ, ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ദൈവം ഒരാത്മാവിന് ഇപ്രകാരമുള്ള വലിയ സഹനങ്ങൾ അയക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള വലിയ കൃപകളും അവിടുന്ന് നൽകുന്നു. നാം അത് മനസ്സിലാക്കുന്നില്ലെന്നേയുള്ളൂ. ആ സമയങ്ങളിൽ ചെയ്യുന്ന ഒരു ശരണത്തിൻ്റെ പ്രവൃത്തി വഴി ദൈവത്തിന് വലിയ മഹത്വം ലഭിക്കുന്നു. സമാശ്വാസത്തോടെ പ്രാർത്ഥനകളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിനേക്കാളും ഫലദായകമാണിത്. ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും കുമ്പസാരക്കാരനോ ആ ആത്മാവിനെ പ്രകാശത്തിലേക്ക് ആനയിക്കുവാൻ സാധിക്കുകയില്ല.